ഇങ്ങനെ തുക കുറച്ച് ലേലം വിളിച്ചോണ്ടിരുന്ന ഒടുവിൽ ഗിരീടിന് എത്ര തുകയാ കൈ കിട്ടുക? ഇത് നഷ്ടത്തിലേക്കാണല്ലോ പോകുന്നത്. ഗിരീടിന് എന്താ ചിന്തിക്കാത്ത? 6 ലക്ഷം. അപ്പോ നാളെയാണ് ചിട്ടിയുടെ ലേലം. നാളെ കൃത്യം 10 മണിക്ക് തന്നെ ലേലം തുടങ്ങും. എങ്കിലേ പത്മനാഭൻ വിചാരിച്ചെടുത്തേ കാര്യങ്ങളെത്തൂ. ഈ കല്യാണം എന്താ ഭാഗ്യം? ഒന്നുമില്ല. ഗിരിക്കെതിരെ പുതിയ വല്ല കുരുക്ക് ഒപ്പിക്കുമായിരിക്കോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. മനുഷ്യന്റെ തൊലി ഉരിഞ്ഞു പോവാ. എന്ത് പറ്റി നകലും കുഞ്ഞ്? ഒരുമാതിരിയുള്ള ചോദ്യം ചോദിക്കരുത്. എന്താ കാര്യം തനിക്ക് അറിഞ്ഞൂടോ? പാറുക്കുഞ്ഞിന്റെ അതന്നെ അവളുടെ ഒരു ഫസ്റ്റ് എയ്ഡ് ചികിത്സ. അതിന്റെ രംഗങ്ങൾക്ക് ഇപ്പൊ മൊബൈലിലൂടെ പറന്ന് കളിക്കുവാ. അത് കാണാത്തവരായിട്ട് ഈ കരുനീലിക്കാവിലെ ഇനി ആരും ഉണ്ടാവില്ല. കണ്ടവരൊക്കെ ഓരോന്ന് പറഞ്ഞ് ചിരിക്കുവാ. അപ്പൊ പിന്നെ നാണം കെട്ടെന്റെ തൊലി പൊളിയൂലേ? പഠനത്തിന്റെ അന്തസ്സാണ് അച്ഛന്റെ പൊന്നുമോൾ കളഞ്ഞു കുളിച്ചത്. അച്ഛാ, എന്താ? നാളെ ഗിരിയേട്ടൻ സൊസൈറ്റിന്ന് ലേലച്ചിട്ടി പിടിക്കാൻ പോവാണ്. അതിന് ഞാനും ഗിരിയേട്ടനൊപ്പം ചെല്ലണമെന്നാ ഗിരിയേട്ടൻ പറയുന്നത്. നീ എന്തിനാ കൂടെ പോണേ? ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ഗിരിയേട്ടൻ അതൊരു സഹായമാവും. ഗിരിയേട്ടന്റെ വലിയ പ്രതീക്ഷയാ ചിട്ടി. അച്ഛാ, ഞാനും കൂടെ പൊക്കോട്ടെ? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അച്ഛനത് എന്ത് ഭാവിച്ച? ഇത്രയും നാണം കെട്ടിട്ട് മതിയായില്ലേ? വീണ്ടും അച്ഛൻ അവർക്ക് രണ്ടുപേർക്കും വളം വെച്ച് കൊടുക്കാൻ പോകണോ? നകുല, നീ നാളെ ഒന്ന് ഇന്ദ്രന്റെ വീട് വരെ പോകണം. അച്ഛൻ ഞാൻ എങ്ങനെ അവിടെ കയറി ചെല്ലും? നാട്ടിലാകെ ആ വീഡിയോ പറയുന്നതിന്റെ കലിയിലാണ് ഇന്ദ്രനും അവന്റെ കുടുംബവും. അത് മാറ്റിയെടുക്കാനാ നിന്നോട് അവിടം വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞത്. നീ അവരോട് സംസാരിച്ച് അവരുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കണം. നാളെ തന്നെ ഞാനും അവിടം വരെ ഒന്ന് ചെന്ന് അവരെ കാണുന്നുണ്ട്. പാറു ഇന്ദ്രനായിട്ടുള്ള വിവാഹ കാര്യത്തിന് നാളെ തന്നെ ഒന്ന് തീർപ്പാക്കണം. എത്രയും അടുത്ത ദിവസം അവര് തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്തണം. ശരി അച്ഛാ. ഏട്ടാ, ഏട്ടാ, രശ്മിജി, ഏട്ടനെ കണ്ടോ? അയ്യോ, വേണ്ട വേണ്ട, കഴിച്ചോ കഴിച്ചോ. ഏട്ടാ, ലേലത്തിന് പോകാൻ വേണ്ടി പെട്ടെന്ന് റെഡിയാവാൻ പറഞ്ഞിട്ട് ഏട്ടൻ ഇത് എവിടെ പോയി? ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ നോക്കട്ടെ. ഏട്ടാ, ഏട്ടാ, നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ ഒളിച്ചോടിപ്പോയാ ഞങ്ങളങ്ങ് നശിച്ചു പോകുന്നു? ഒരിക്കലുമില്ല. ഈ ഗിരിക്ക് ജീവനുള്ളിടത്തോളം കാലം അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നിങ്ങൾ കണ്ടോ, രത്നയുടെ കല്യാണം ഞാൻ അന്തസ്സായിട്ട് തന്നെ നടത്തും. ചെക്കന്റെ വീട്ടുകാർ ചോദിക്കുന്ന സ്ത്രീധനം 1 രൂപ കുറയാതെ ഞാൻ കൊടുത്തിരിക്കും. അതിനു വേണ്ടിയിട്ടാ ചിട്ടി ഞാൻ ലേലത്തിൽ പിടിക്കുന്നത്. ഈ ചിട്ടി എനിക്ക് കിട്ടും, അതെനിക്ക് ഉറപ്പാ. രത്നയുടെ കല്യാണം അന്തസ്സായിട്ട് നടത്തുന്നത് നിങ്ങൾ കണ്ടോ? കേട്ടല്ലോ? വല്യേട്ടാ, എല്ലാരും എവിടെ? ഏട്ടനെ അന്വേഷിച്ച് നടപ്പുണ്ട്.
ഏട്ടാ ഈ ഏട്ടൻ ഇതെവിടെ പോയി? ഏട്ടാ ഏട്ടൻ എവിടെ? ആ കണ്ടില്ലേ രത്നേച്ചി, ഞാൻ ഇവിടെ എല്ലാം നോക്കി. നിങ്ങൾ റെഡിയായോ? അപ്പം റെഡിയായി ചേച്ചി, പക്ഷെ ഗിരിയേട്ടനെ കാണുന്നില്ല. ഗിരിയേട്ടൻ അവിടെ പോയി? ഞാനിവിടെ ഉണ്ട്. ആഹാ, ഏട്ടൻ ഇത് എവിടെ പോയിരിക്കായിരുന്നു? ഞങ്ങൾ എത്ര നേരം ഏട്ടൻ ഇവിടെ എല്ലാം തിരയുന്നോ? ഞാൻ ആ തെക്ക് ഭാഗത്തുണ്ടായിരുന്നു. ശരി. പോവാം. ഏട്ടാ, ഉം. എനിക്ക് വേണ്ടി ഇത്രയൊക്കെ കഷ്ടപ്പെടണോ ഏട്ടാ? ഇത് കഷ്ടപ്പാടല്ല മോളെ, എന്റെ കടമയാ. എനിക്കത് ചെയ്തേ പറ്റൂ. മോള് നിന്നോർത്ത് വിഷമിക്കണ്ട. പോയിട്ട് വരാം. വരട്ടെ. ചിട്ടി നമ്പർ 1226 ഗിരീശൻ ശങ്കരൻ 15. ചിട്ടി നമ്പർ 2726 ശൈലജ. സുനിൽകുമാർ 26. പുഷ്പകുമാരി 27. ചിട്ടി നമ്പർ 5, തുക 25 ലക്ഷം രൂപ. ലേലം തുടങ്ങുന്നു. മിനിമം ഡിസ്കൗണ്ട് 1 ലക്ഷം കഴിഞ്ഞ് ലേലം തുടങ്ങാം. 1 ലക്ഷം. ഒന്നര ലക്ഷം. 2 ലക്ഷം. ദേവരാജൻ 2 ലക്ഷം വിളിച്ചിരിക്കുന്നു. രണ്ടേകാല്. ഗിരി 2.25 വിളിച്ചിരിക്കുന്നു. 2.5 ലക്ഷം. 3 ലക്ഷം. 3 ലക്ഷം ഗിരി. 3.25. 4.25. 4.50. 4.75. ഇങ്ങനെ തുക കുറച്ച് ലേലം വിളിച്ചോണ്ടിരുന്ന ഒടുവിൽ ഗിരിയേട്ടന് എത്ര തുകയാ കൈ കിട്ടുക? ഇത് നഷ്ടത്തിലേക്കാണല്ലോ പോകുന്നത്. ഗിരിയേട്ടൻ എന്താ അത് ചിന്തിക്കാത്തെ? 6 ലക്ഷം. 6.5 ലക്ഷം. 6.75. ഗിരിയേട്ടാ, വാ പോവാം. അതിന് ലേലം കഴിച്ചിട്ടില്ല. ലേലം കഴിയാൻ നിൽക്കണ്ട, വാ പോവാം.